ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷഹദ് റഹ്മാൻ ഉള്ളത് മേപ്പാടി ക്യാമ്പിലാണ്. ഷഹദ്, മേപ്പാടി ക്യാമ്പിൽ നമുക്ക് അവരുടെ സ്വകാര്യത മാനിക്കാത്ത തരത്തിലാകണം വിവരങ്ങൾ നൽകേണ്ടതെന്ന് കർക്കശമായ നിർദ്ദേശമുണ്ട്. ഇപ്പോൾ എന്താണ് അവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കർശന നിയന്ത്രണങ്ങളുണ്ട് നമുക്കിവിടെ നിൽക്കുന്നതിനും അതുപോലെ തന്നെ ഇവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും. കാരണം ഇവിടെ ക്യാമ്പിൽ കഴിയുന്ന ആരുടെയും സ്വകാര്യത അല്ലെങ്കിൽ എല്ലാവരുടെയും സ്വകാര്യത മാനിക്കണമെന്ന കർശന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ക്യാമ്പ് മേഖലയിലേക്കൊന്നും നമുക്കിപ്പോൾ പോകാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഈ ക്യാമ്പിലേക്ക് കൂടുതൽ സാധനങ്ങളൊക്കെ എത്തിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് ഇവിടെ കാണാം. കുറെ അധികം ആളുകൾ ഈ ക്യാമ്പിൽ കഴിയുന്നുണ്ട്. അതായത് സർക്കാരിന്റെ കണക്കനുസരിച്ച് ഏകദേശം 700 പേരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ഇവിടുത്തെ ജീവിതങ്ങൾ നമ്മൾ ക്യാമറയിൽ പകർത്തുകയും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. അത്രയും ഏറെ വേദന ജനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് പലർക്കും ഇപ്പോഴും പലരെയും കണ്ടുകിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ പലരുടെയും മുഴുവൻ ആളുകളും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി കഴിയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ 12 പേരെയൊക്കെ കാണാതാകുന്ന ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ ഉറ്റവരെയും അതുപോലെ തന്നെ ഉടയവരെയും ഒക്കെ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ കാത്തിരിപ്പ് അങ്ങനെ തുടരുകയാണ്. ചിലരൊക്കെ തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് മോർച്ചറി ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ പോയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇല്ല എന്നറിയുമ്പോൾ തിരിച്ച് ഇവിടെ തന്നെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. 700ഓളം പേരാണ് ഈ ക്യാമ്പിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അതായത് MP അബ്ദുൾ സമദ് സമദാനി ഈ ക്യാമ്പിൽ സന്ദർശിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. ഇത്തരത്തിൽ നിരവധി രാഷ്ട്രീയ പ്രമുഖർ, അതുപോലെ തന്നെ സാംസ്കാരിക നായകർ, അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് വരികയും അതുപോലെ തന്നെ സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇവരുടെയൊക്കെ സന്ദർശന ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി ഇവർക്കൊക്കെ എന്ത് എത്തിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവരുടെ ഒരു പുനരധിവാസം എങ്ങനെ സാധ്യമാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എല്ലാവരും നോക്കുന്നത്. ഇന്നലെ തന്നെ അത് യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ DYFI, സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരികയും സന്ദർശനം നടത്തുകയും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരികയും സന്ദർശനം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇവരൊക്കെ തന്നെ പലതരത്തിലുള്ള ഓഫറുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് യൂത്ത് കോൺഗ്രസും DYFIയും പ്രഖ്യാപിച്ചിരിക്കുന്നു. 10 വീട് ഒരു സംഘടനയും 30 വീട് മറ്റൊരു സംഘടനയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്ത ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും എന്നടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കാരണം ഇവിടെ കുറെ അധികം കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ പുനരധിവാസം അല്ലെങ്കിൽ അവരുടെ മാനസിക ഉല്ലാസം വളർത്തിയെടുക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം പല കുട്ടികളും മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. ഈ ഒരു ഞെട്ടിൽ മാറിയിട്ടില്ല പലർക്കും. അപ്പം ആ ഞെട്ടിൽ മാറാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ അവരുടെ മാനസിക ഉല്ലാസം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പലതരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ എന്തായാലും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ തന്നെ ഈ ക്യാമ്പുകളിലേക്ക് എത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ഉള്ള അന്തേവാസികൾക്കായിട്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വിവിധ മേഖലകളിൽ നിന്നാണ് എത്തിക്കുന്നത് എന്നുള്ളതാണ്. കൽപ്പറ്റയിലാണ് നമ്മളെ ഇവിടുത്തെ ഈ ക്യാമ്പ്, അതായത് സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്ന ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നാണ് മറ്റിടങ്ങളിലേക്ക്, അതായത് ജില്ലയുടെ വിവിധ ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ സാധനങ്ങൾ എത്തിക്കുന്നത്. അതിൽ അരി, അതുപോലെ തന്നെ പലവ്യഞ്ജനങ്ങൾ, അതുപോലെ മറ്റ് അവശ്യ സാധനങ്ങൾ ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ അതായത് തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കുറെ അധികം സാധനങ്ങൾ ഇന്ന് ഇപ്പോൾ ലോഡ് കണക്കിനാണ് ഈ ജില്ലയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പോലെ തന്നെ ഈ സാധനങ്ങൾ ശേഖരിക്കുന്ന ഇടങ്ങളിൽ യുവാക്കളാണ്, അല്ലെങ്കിൽ യുവതികളും യുവാക്കളുമാണ് കൂടുതലായിട്ടും എത്തിയിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. കാരണം ഒരു ആഹ്വാനവും ഇല്ലാതെയാണ് ഇത്തരം ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. സോഷ്യൽ മീഡിയ കൂട്ടായ്മ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സംഘടനകളൊക്കെ കൂടെ ഒന്നിച്ച് വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളൊക്കെ ഒന്നിച്ചാണ് ഈ മേഖലയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ ഈ ക്യാമ്പും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളും
ഒക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, അതായത് രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനമൊക്കെ നടക്കുമ്പോൾ, മറുഭാഗത്ത് ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണം എന്നടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കാനും ഒക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷഹദ, ഒരു വയനാടൻ വൺ ഫ്ലഡ് 2024 എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. അപ്പോൾ അതിൽ ഞാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ കളക്ഷൻ സെൻ്ററിലേക്ക് അടക്കം സാധനങ്ങൾ ശേഖരിക്കാനുള്ള ഒരു വലിയ ഗ്രൂപ്പാണ്. അങ്ങനെയുള്ള 1-2 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിനകത്ത് ഏറ്റവും ഒടുവിൽ വരുന്നത് റിക്വയർമെൻറ്റ് വീൽ ചെയർ സർജൻ, ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അത് കേസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ട് അത് കൃത്യം എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക്കായി ആ ഗ്രൂപ്പ് ഇങ്ങനെ ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഈ ദിവസം മൊത്തം ഇങ്ങനെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഗ്രൂപ്പ്. അത് ഭയങ്കര സംഭവം. അതെ, തീർച്ചയായിട്ടും. കാരണം അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു ആഹ്വാനം ചെയ്തിട്ട്, കാരണം ഒന്നാമത് നമ്മൾക്കറിയാം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതിന് ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ളത് നമുക്കറിയാം. കാരണം മുൻകാലങ്ങളിൽ ഈ പ്രളയ പശ്ചാത്തലത്തിലൊക്കെ നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്തവണയും. കാരണം ആരും യാതൊരു വിധത്തിലുള്ള ആഹ്വാനങ്ങളൊന്നും നടത്തിയിട്ടില്ല. യുവാക്കൾ മുന്നിട്ടിറങ്ങി, പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും അതുപോലെ തന്നെ യുവാക്കളും മുന്നിട്ടിറങ്ങിയാണ് ഇത്തരത്തിൽ ഇത് രൂപീകരിക്കുന്നതും പിന്നീട് ഈ പ്രവർത്തനത്തിൽ ഊർജ്ജമാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിൽ, പ്രത്യേകിച്ച് വെള്ളം, അതുപോലെ തന്നെ അരി, പലവ്യഞ്ജനങ്ങൾ, ഈ വസ്ത്രങ്ങൾ, അതുപോലെ സാനിറ്ററി നാപ്കിൻ, അങ്ങനെ. കാരണം നമുക്ക് ഇതിനു മുമ്പൊക്കെ നമുക്കറിയാം, നമ്മൾ ഈ പ്രളയ സമയത്തൊക്കെ ഈ സാനിറ്ററി നാപ്കിനൊക്കെ കുറഞ്ഞ സമയത്ത് നമ്മൾ ഇത്തരത്തിൽ വാർത്തകളിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള മുഴുവൻ സാധനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും ഇത്തരം ക്യാമ്പുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അത് വേർതിരിച്ച്, അതായത് സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച്, റസ്ക് വേറെ, അരി വേറെ, അല്ലെങ്കിൽ പച്ചക്കറികൾ വേറെ എന്ന തരത്തിൽ വേർതിരിച്ച് വെച്ച് അത് യഥാസ്ഥലം, അത് പ്രത്യേകിച്ച് ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ഈ കടലാസിൽ എഴുതി അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താറുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അതിൽ നിന്നൊക്കെ മാറി ഒരു പ്രത്യേക ആപ്പ് തയ്യാറാക്കി ഏതെല്ലാം സ്ഥലങ്ങളിൽ എന്തെല്ലാം ഷോർട്ടേജ് ഉണ്ടോ അത് കൃത്യമായി രേഖപ്പെടുത്തി അത് യഥാ ക്യാമ്പുകളിലേക്ക് എത്തിക്കുക. അതിനായിട്ട് ഫുൾ സമയ സജ്ജരായി നിൽക്കുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാളണ്ടിയേഴ്സ് ഉണ്ടാവുക. അത് പ്രത്യേകിച്ച് ഏതെങ്കിലും പ്രത്യേക സംഘടനയുടെയോ അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നുമല്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്താ പറയുക, ഇത് നമ്മൾ ഈ ഒരു ദുരന്ത കാലത്തെയും അതിജീവിക്കും എന്നൊരു പ്രഖ്യാപനത്തോട് കൂടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു പറ്റം യുവാക്കളെയും യുവതികളെയുമാണ് നമുക്ക് ഇവിടെ കാണാൻ. ആരുടെയും ആഹ്വാനത്തിൽ വരുന്നവരെല്ലാം ആരുടെയും ആവശ്യപ്രായം, ഞാൻ ഈ പറഞ്ഞ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ 1004 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. 1004 അംഗങ്ങൾ അവർ നേരത്തെയും ഇത്തരം കൂട്ടായ്മകൾ അവർ ചെയ്യുന്നവരാണ്, ഇത്തരം സഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ മറ്റു വാർത്തകൾ വരില്ല, അല്ലെങ്കിൽ അവിടുത്തെ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരില്ല. അവിടെ ഈ ഗ്രൂപ്പിൽ വരുന്നത് ഈ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധനങ്ങളുണ്ടോ, മിസ്സിംഗ് കേസുകൾ, ഏതേതെങ്കിലും ക്യാമ്പുകളിൽ ഈ മിസ്സിംഗ് കേസുകൾ ആരെങ്കിലും അറിയാനുണ്ടോ തുടങ്ങിയ വളരെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ വരൂ. അതല്ലാതെ മറ്റു വാർത്തകളോ മറ്റ് സാധാരണ വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണാറുള്ള ഒരു പരിപാടി അതിനകത്തില്ല. അതിനകത്ത് ക്യാമ്പുകളിലേക്കുള്ള സഹായം കൃത്യമായി എത്തിക്കുന്ന വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള 24/7 പ്രവർത്തിക്കുന്ന നാടിന് മാതൃകയാവുന്നൊരു ഗ്രൂപ്പാണ് വയനാടൻ വൺ ഫ്ലഡ് 2024 എന്ന വാട്സാപ്പ് ഗ്രൂപ്പ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ കളക്ഷൻ സെൻ്റർ അവിടെ പ്രവർത്തിക്കുന്നു. നന്മയാണ്, നാടിൻ്റെ നന്മയാണ്. അങ്ങനെ പുരോഗമിക്കട്ടെ.